പുത്തനത്താണിൻ്റെ CPA കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൻ്റെ കീഴിലുള്ള കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസോസിയേഷൻ രൂപീകരണവുമായി സംബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കാലത്ത് 10 മണിക്ക് ഓൺലൈനിലൂടെ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമുക്കറിയാം, കോമേഴ്സിൽ മുൻപുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമായ പല ചലഞ്ചുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കോമേഴ്സിനെ ശ്രദ്ധിക്കാത്ത വിദ്യാർത്ഥികൾ പോലും ഇന്ന് കോമേഴ്സിലേക്ക് തൽപരരായി മുന്നോട്ട് വരികയാണ്. പക്ഷെ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മുൻകാലങ്ങളിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അത് കുറച്ചാളുകളുടെ ഒരു കണക്കെഴുത്ത് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കമ്പ്യൂട്ടറൈസേഷൻ്റെ ആവിർഭാവത്തോടു കൂടി ഇന്ന് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ബികോം സ്റ്റുഡൻറ്റ് ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ തന്നെ ടാലി കൂടി പഠിച്ചെങ്കിൽ മാത്രമേ അവന് ഒരു അക്കൗണ്ടൻ്റായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിലായി. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി കാലമെന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലുള്ള മാറ്റങ്ങളും ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി വന്ന ഇന്ത്യയിൽ തന്നെ ഇൻ്റർനാഷണൽ കമ്പനീസിൻ്റെ റിക്വയർമെൻറ്റ്സും വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെയധികം ചലഞ്ചുകൾ നിറഞ്ഞതാണ് ഒരു ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന മേഖല. അപ്പോൾ ഒരു കോമേഴ്സ് സ്റ്റുഡൻറ്റ് ഇനിയുള്ള കാലങ്ങളിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്നൊരു കുട്ടി 3 വർഷം കഴിഞ്ഞ് ബികോം ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ അന്ന് അക്കൗണ്ടിങ്ങിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കരിക്കുലം പഠിക്കേണ്ടതുണ്ട്. അതിന് ഒരു പ്രിപ്പയർനെസ് ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് പോലും ടാലിയോ സാപ്പോ എന്നതിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനുമെല്ലാം ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിൻ്റെ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൽ അത്തരം നോളജ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഒരാൾക്ക് ആ മേഖലയിൽ വിജയം കൈവരിക്കാനാവൂ. ACCA പോലെയുള്ള ഇൻ്റർനാഷണൽ പ്രോഗ്രാംസ് എല്ലാം, ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രോഗ്രാംസ് എല്ലാം അവരുടെ കരിക്കുലത്തിൽ ബ്ലോക്ക് ചെയിൻ, ഡാറ്റ അനലിറ്റിക്സ് എന്നെല്ലാം അതിൻ്റെ ബേസിക്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ചീഫ് പാറ്റേണായിട്ടുള്ള വിദ്യാഭാരതി പോലും ഈ വർഷം മുതൽ ഈ ഡാറ്റ അനലിറ്റിക്കിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അതിൻ്റെ അഡ്വാൻസ് ഡിപ്ലോമയും ഓഫർ ചെയ്തു തുടങ്ങിയാണ്. അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു വരുന്നത് കോമേഴ്സ് സ്റ്റുഡൻസിന് വളരെയധികം ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. പക്ഷേ അതൊരു പഴയ കാലത്തുണ്ടായിരുന്നൊരു കോമേഴ്സ് വിദ്യാർത്ഥിയുടെ നിന്നും വ്യത്യസ്തമായി പുതിയ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് അതുകൂടി ഈ പാഠ്യവിഷയങ്ങളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ തീർച്ചയായും CPA കോളേജിൻ്റെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ, ഇപ്പം നമുക്കറിയാം ശ്രീ ഹുസൈൻ രണ്ടത്താണിയോ അല്ലെങ്കിൽ അത് ഇവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായ ശ്രീ അബ്ദുൾ റസാഖ്, അവരെല്ലാം ഇന്ന് ഇത്തരത്തിലുള്ള പുതുതായി വരുന്ന ഏത് മേഖലകളിലെയും കടന്ന് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആ ഒരു പ്രിപ്പയർനെസ് കൊണ്ടുവരാൻ, അതിന് ആവശ്യമായ തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ളവരാണ് എന്നുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഈ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേഷൻ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും CPA കോളേജിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഈ വരും കാലഘട്ടത്തിലേക്ക് വിദ്യാർത്ഥികളെ ഒരുക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ CPA കോളേജിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും തീർച്ചയായും എന്നിൽ നിന്ന്
ഉണ്ടാകുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. So we had hoped that the students of our college, after completing their degree in BBA and BCom, they will get very fine opportunities in the country, and also they can go to other programs, and even they can join here for MCom. So all these facilities are already here and also in the outside. In all the colleges, commerce is the strongest department with more students and with more branches. And again, we have very excellent teachers and who are well versed and also experienced, that they can give take as a new venture in their academic pursuits and can bring laurels to the institutions. With these words, I finish my speech. Thank you very much. Thank you. Good morning. Today we are organizing the inauguration of the Commerce Association, Commerce and Management Association. You know, during the COVID days, that we have invented this machinery, the webinar, for having all our activities in the campus. Though our students are not present in the campus with their body, but with their mind and soul, all of them are with us. So we can't abstain from any of the activities. We are going with our lessons, with our examinations, and also with all the activities connected with the studies. So here, the Commerce and our Management Association has become very strong with the appointment of new teachers, particularly of Professor Abdul Razak, who has become the HOD of the department. So we had hoped that the students of our college, after completing their degree in BBA and BCom, they will get very fine opportunities in the country, and also they can go to other programs, and even they can join here for MCom. So all these facilities are already here and also in the outside. In all the colleges,